വിനീതിന്റെ ഒരു എന്താ പറയുക അഴിഞ്ഞാടി എന്നൊക്കെ പറയാല്ലേ, ഞാൻ പറയുന്ന കേട്ടതാണ്. അഴിഞ്ഞാടിയിരിക്കുകയാണ് അതിനകത്ത്. ഏതായാലും ജാതകത്തിൽ വിശ്വസിച്ച് കല്യാണം മുടങ്ങി പോകുന്നവർക്കൊക്കെ ഇതൊരു പിന്നെ ഉറപ്പായിട്ടും അച്ഛനും മോനും അല്ലേ, അവരുടെ എല്ലാം കഴിവുകൾ ഇരട്ടിയായിട്ടാണ് മക്കൾക്ക് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത്. എനിവേസ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ കുറേ ആർട്ടിസ്റ്റുകളും ഉണ്ട്. ഇങ്ങനെയൊക്കെ കുറേ ആർട്ടിസ്റ്റുകളെ കാണാത്ത കുറേ ആൾക്കാരും പുതുമുഖങ്ങളും ഒക്കെ ഉണ്ട്. സൈനോര ഉണ്ട് അതിനകത്ത്. സൈനോര കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഐശ്വര്യ എല്ലാവരും ഗംഭീരമായിട്ടുണ്ട്. നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ടെൻഷൻ്റെ ഇടയിലെല്ലാം ഒരു ചിരി ഉതിർക്കാൻ, എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു ചിരി വരുത്താൻ ഈ പടത്തിന് സാധിച്ചെങ്കിൽ സോ ഹാപ്പി. സുബൈർക്കയ്ക്ക് ഒരു നല്ല പടത്തിൻ്റെ ഒരു ഹിറ്റ് കിട്ടട്ടെ. താങ്ക് യു. പടം അടിപൊളി. ഞാൻ ചെയ്തതായിട്ട് പറഞ്ഞല്ലേ, അല്ലെങ്കിലും ഇറ്റ്സ് ഗോയിങ് ടു ബി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. സോ പ്ലീസ് ഡു വാച്ച്. ഇറ്റ്സ് ഗോയിങ് ടു ബി മദർ കം ഹിയർ. അടിപൊളിയായിരുന്നു. എന്താ പറയണേ, സൂപ്പറായിരുന്നു. എൻ്റെ സീൻസ് എല്ലാം വിനീതാൻ്റെ കൂടെ തന്നെയായിരുന്നല്ലോ. നല്ലതായിരുന്നു. ലൈക്ക് ഐ എം സോ ഹാപ്പി. ഞാൻ എൻ്റെ ഫസ്റ്റ് മൂവി പൊറോട്ട നാടകമായിരുന്നു. അപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് മൈ സെക്കൻഡ് മൂവി. പക്ഷെ അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ ഒരു ക്യാരക്ടറും ഇതൊക്കെ. അപ്പോൾ വെരി ഹാപ്പി. രസകരമായിട്ടുള്ള കുറേ മുഹൂർത്തങ്ങളുണ്ട്. വിനീത് നല്ല അഴിഞ്ഞാടി പെർഫോം ചെയ്യുന്നുണ്ട്. മോനേട്ടൻ വളരെ കൈയടക്കത്തോട് കൂടിയിട്ട് സാധനം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. രസമുണ്ട്. ഒരു ലളിതമായ കുസൃതി പടം. വിനീത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. കയ്യിൽ നിന്ന് പോവാതെ പെർഫോം ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര രസമായി തോന്നുന്നു. ആ എക്സ്പീരിയൻസ് കാണുന്നുണ്ട്. ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്. നല്ല ഫൺ, വെരി എൻ്റർടൈനിങ്, നല്ല സിനിമ. ഇഷ്ടമായി. ഓ ഉറപ്പായിട്ടും നല്ല മൂവി. സൊസൈറ്റിനെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം സ്ത്രീ വിരുദ്ധത എന്നുള്ളൊരു സാധനം വരുമെന്നെങ്കിലും അതിൻ്റെ ടുവേർഡ്സ് ദി എൻഡ് അത് വളരെ ക്ലിയർ ആയിട്ട് ഒരു പിക്ചറാക്കി കൊടുക്കുന്നു. കല്യാണത്തെ പറ്റിയാണോ? നിങ്ങൾ കണ്ടിട്ടില്ല? ഓ അത് ശരി. അതെ കല്യാണത്തിനെ കുറിച്ചിട്ടുള്ള ഇതാണ്, പടമാണ്. സൊസൈറ്റിയിൽ ഇത് ഇപ്പം നിലനിൽക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ഇതുണ്ട്. ഇപ്പോൾ ഡെപ്തിൽ ചിന്തിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ആൾക്കാർക്ക് മനസ്സിലാവും. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് ചിരിച്ചു. ഏതായാലും വിനീത് ഭയങ്കര രസത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. വെരി പ്രൗഡ് ഓഫ് ഹിം. അതിനാണ് മനപ്പരുത്തം എന്ന് പറയുന്നത്. ഒരു പഴയ ശ്രീനിവാസന്റെ കാലഘട്ടത്തിലെ ഒരു കോമഡി സാധനങ്ങളൊക്കെ വിനീത് ശ്രീനിവാസന്റെ കയ്യിൽ നിന്ന് ഇടുന്നുണ്ട്. പിന്നെ ഇത് പ്രസന്റ് ലൈഫിൽ റിലയബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. പെണ്ണ് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നും അതിൻ്റെ ജാതകം ശരിയാകാത്തതുകൊണ്ട് ജാതകം ശരിയായാലും എന്തുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല എന്നും പലരുടെയും കണ്ടീഷൻസ് കാരണമാണ്. അങ്ങനെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് പോണത്. അപ്പോൾ അത് പെണ്ണ് കിട്ടാത്തവർക്ക് ഈ പടം കാണുമ്പോൾ ചിരിയാണ് കരച്ചിലാണ് വരുന്നത് പറയാൻ പറ്റത്തില്ല. അത് തിയേറ്ററിൽ തന്നെ ഒന്ന് കാഴ്ചയാണ്. പ്രസന്റ് ടോട്ടലി പറയണം, അത്യാവശ്യം ഇരിക്കാനുള്ളൊരു വൺ ടൈം വാച്ചുള്ള മൂവി തന്നെയാണ് ഒരു ജാതി ജാതകം.